الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره، وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره، وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 39-ാമത് ക്ലാസ്സിൽ 68-ാമത്തെ ആയത്ത് പരിശോധിച്ചു തുടങ്ങുന്നത്. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ ഫഅഅ്രിദ് അൻഹും, അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, മറ്റു വല്ല വർത്തമാനത്തിലും അവർ പ്രവേശിക്കുന്നത് വരെ. വഇമ്മാ യുൻസിയന്നക ശൈത്താൻ, ഇനി വല്ലപ്പോഴും നിന്നെ പിശാച് മറപ്പിച്ചു കളയുകയാണെങ്കിൽ ഫലാ തഖഉദ് ബഅദ ദിക്റ, ഓർമ്മ വന്നതിന് ശേഷം കൂടെ ഇരിക്കരുത്. മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആ ആളുകളുടെ കൂടെ ഇരിക്കരുത്. അർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നിച്ചു പറഞ്ഞു. ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ആയത്തുകളെ അപഹസിക്കുക, പരിഹസിക്കുക, കൊച്ചാക്കുക, കുറവാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സദസ്സ് കണ്ടാൽ, ആ നിലക്കുള്ള വല്ല പെരുമാറ്റവും ഉള്ള ജനവിഭാഗത്തെ കണ്ടാൽ ഫഅഅ്രിദ് അൻഹും, അവരിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു കളയേണ്ടതാണ്, മാറിപ്പോകേണ്ടതാണ്. അവരുടെ കൂടെ ഇരിക്കരുത്, ആ സംസാരത്തിൽ പങ്കുചേരരുത്. അള്ളാഹുവിന്റെ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനും മുഅ്ജിസത്തുകളും അള്ളാഹു ഈ ഭൂമുഖത്തേക്ക് അയച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദിവ്യ സന്ദേശങ്ങളും, ഇതൊക്കെ കളിയാക്കി മോശമാക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തെ തങ്ങൾ കണ്ടാൽ അവരിൽ നിന്ന് മാറണം. ഏതുവരെ അവരെ വിട്ടുപിരിഞ്ഞ് മാറി നിൽക്കണം എന്നറിയോ? ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അതല്ലാത്ത വേറെന്തെങ്കിലും വർത്തമാനങ്ങളിൽ അവർ പ്രവേശിക്കുന്നത് വരേക്കും. വേറെന്തെങ്കിലും വർത്തമാനങ്ങൾ ആയിക്കോട്ടെ, നാട്ടുവർത്തമാനോ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളോ
അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമൂഹികമായ വിഷയങ്ങളോ എന്തെങ്കിലുമൊക്കെ അവർ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം, കേൾക്കാം, പങ്കാളികളാകാം. പക്ഷെ ഇത് ചെയ്യരുത്. ഏത്? പടച്ചവന്റെ ആയത്തുകളെ പച്ചയായി വഷളാക്കുന്ന, പടച്ചവന്റെ പ്രവാചകനെ കളിയാക്കുന്ന, ഖുർആന് എതിരായിട്ട് ഖുർആനെ അപഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ കണ്ടാൽ കുറെ അധിക നേരം ഒന്നും അവിടെ ഇരിക്കരുത് കേട്ടോ. എഴുന്നേറ്റ് പോരണം. ഇനി ഇങ്ങനെയുള്ള ഒരു സദസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇത്തരത്തിലുള്ള ചില ആളുകളുമായിട്ടാണ് ഞാൻ കൂട്ടുകൂടുന്നത് എന്ന് അവന് ഓർമ്മ വന്നില്ല. പിശാച് അവനെ മറപ്പിച്ചു കളഞ്ഞു. ഈ മനുഷ്യൻ എന്റെ സുഹൃത്താകാൻ കൊള്ളാത്തവനാണ്. കാരണം അവൻ അള്ളാഹുവിനെ എപ്പോഴും ചീത്ത പറയുന്നവനാണ്, പ്രവാചകനെ കളിയാക്കുന്നവനാണ്, ഖുർആനിനെ കൊച്ചാക്കുന്നവനാണ്, അതിന്റെ ആയത്തുകളെ അപഹസിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ കൂട്ടുകൂടാൻ പാടില്ലല്ലോ. പക്ഷെ പിശാച് അവനെ മറപ്പിച്ചു കളഞ്ഞു. അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധത്തിലായിരുന്നു, കൂട്ടിലായിരുന്നു, അവരുടെ സദസ്സിലായിരുന്നു, അവരോടൊപ്പമായിരുന്നു. എങ്കിൽ ഓർമ്മ വന്നതിന് ശേഷം ഇരിക്കരുത്. താങ്കൾ ഇരിക്കരുത്. ഓർമ്മ വന്നതിന് ശേഷം അക്രമികളായ ആളുകളുടെ കൂടെ. അപ്പോ ഈ തരത്തിലുള്ള ആളുകൾ ലാലിമുകളാണ്, അക്രമികളാണ്. ആ അക്രമികളായ ആളുകളുടെ കൂടെ ഇരിക്കരുത് കേട്ടോ, അവരുമായിട്ട് കൂട്ടുകൂടരുത് കേട്ടോ, അപകടമാണ് എന്നിങ്ങനെയാണ് ഖുർആൻ ഈ 68-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കാം. ഖുർആൻ അടക്കമുള്ള അള്ളാഹുവിന്റെ ഏത് ലക്ഷ്യ ദൃഷ്ടാന്തങ്ങളെയും വ്യാജമാക്കുകയോ പരിഹസിക്കുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ കുഴപ്പക്കാരുടെ വിഷയത്തിലും പൊതുവെയുള്ള ഒരു നിയമമാണ്. മർഹൂം അമാനി മൗലവി അതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ഖുർആൻ അടക്കമുള്ള ഏത് ലക്ഷ്യ ദൃഷ്ടാന്തങ്ങളെയും കളവാക്കുക, പരിഹസിക്കുക, ദുർവ്യാഖ്യാനം ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് ഉറക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെ സദസ്സുകളിൽ ചെന്നിരുന്ന് അതിന് ഒത്താശ ചെയ്തു കൊടുക്കണോ? ചെയ്യരുത്. അത് ഖുർആനിനെതിരാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരാണ്. അത്തരം വിഷയങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതും അവരോടൊപ്പം ഇരുന്നോ മറ്റോ സമ്പർക്കം പുലർത്തുന്നതും അള്ളാഹു വിരോധിക്കുന്നു. പ്രസ്തുത അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകലും അതിന് അനുകൂലമായി നിൽക്കലുമൊക്കെയാണ് നമ്മൾ അവിടെ അവരോടൊപ്പം ആ സദസ്സുകളിൽ പങ്കെടുക്കുന്നു. അവരുടേതായ മറ്റ് അടിയന്തരങ്ങളിലൊക്കെ നമ്മൾ ആ സംസാരങ്ങൾ നടക്കുന്നിടത്തൊക്കെ നമ്മൾ ചെല്ലുന്നു എങ്കിൽ നമ്മൾ അതിന് പിന്തുണക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അത് ഉണ്ടാകരുത്. അത് തന്നെയാണ് ഇന്ന് ക്രിസ്തുമസ് നടക്കുമ്പോ നമുക്ക് പറയാനുള്ളത് അവിടെയാണ്. നമ്മൾ ഈസാ നബിയെ അള്ളാഹുവിന്റെ പ്രവാചകനായി കാണുന്നു. പിതാവില്ലാതെ ജനിച്ച ഒരു അള്ളാഹുവിന്റെ ഒരു അത്ഭുത സൃഷ്ടിയായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ അദ്ദേഹത്തെ ദൈവമായി കാണുന്ന, ദൈവപുത്രനായി കാണുന്ന, അദ്ദേഹത്തോട് ആരാധനാകർമ്മങ്ങൾ, പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു ജനവിഭാഗം എന്നുള്ള നിലക്ക് അവരോട് നമ്മൾ സാഹോദര്യത്തിലാണ്, അടുപ്പത്തിലാണ്, അവർ പല നിലക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇത്തരം വിഷയങ്ങൾ വരുമ്പോ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ മതങ്ങൾ ആചരിച്ചോളൂ, ഞാൻ എന്റെ മതങ്ങൾ ആണ് ആചരിക്കുന്നത്, ഇത് എനിക്ക് പറ്റുന്നതല്ല. അതിലുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ മദ്യം, അതുകൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നതിൽ പങ്കുചേരുന്നതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ ഖുർആനികമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നോക്കുമ്പോൾ, ഈ ആയത്ത് മുന്നിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ
നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ആ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ, പൊതുവായ വിഷയങ്ങളിലൊക്കെ അവരുമായി ബന്ധങ്ങളുണ്ട്. ഫി ഹദീസിൻ ഗൈരിഹി, മറ്റു വല്ല വർത്തമാനങ്ങളിലുമാണ് അവരുള്ളതെങ്കിൽ അവരുടെ കൂടെ നമ്മളുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്നത് വലിയ അപരാധമാണ്. വലിയ തരത്തിലുള്ള, ഏറ്റവും വലിയ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ള ഒരു സംഗതിയാണ് അള്ളാഹുവിന് പുത്രനുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറയുന്നത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അത്രയും വലിയ വലിയ പാതകമായിരിക്കെ പിന്നെ അതിനോട് എല്ലാ നിലക്കും നമ്മളും അതിന്റെ ആളുകളായി, അതിന്റെ അവതാരകരായി, അതിന്റെ തന്നെ ആ വേഷമിട്ട് ആടുന്നവരായി ഒക്കെ പോകുന്നത്, ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓണത്തെയും കാണേണ്ടത്. അത് ഹിന്ദുക്കളുടെ ആരാധനാ കർമ്മമാണ്, അവരുടെ ബന്ധപ്പെട്ട ആരാധനാ കർമ്മമാണ്. അവരുടെ ആരാധനകൾ അവർ നിർവഹിച്ചോട്ടെ. പക്ഷെ നമ്മളായിട്ട് നമ്മളും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പങ്കുചേരുകയും പൂക്കളമിടുകയും അതേപോലെയുള്ള മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ ഓരോന്നോരോന്നും അവർ ചെയ്യുന്നത് പോലെ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പടച്ചവന് ഇഷ്ടമില്ലാത്ത, പടച്ചവനോട് പങ്കുചേർക്കുന്ന വിഷയങ്ങളാകുമ്പോ തീർത്തും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ അത് അള്ളാഹു ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞത് ശിർക്കിനെ സംബന്ധിച്ചാണല്ലോ. അപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി ആ നിലക്ക് ശിർക്കിനോട് പൂർണ്ണമായ പങ്കുചേരുന്ന, അതിനോട് പൂർണ്ണമായ തരത്തിൽ യോജിച്ച് പോകുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടരുത് എന്നാണ് സൂചിപ്പിച്ചത്. മനസ്സിൽ വെറുപ്പാണ്, പ്രതിഷേധാണ് എന്ന് നമ്മൾ പറയും. ഇതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുണ്ടായിരുന്നത്. പക്ഷേ അതും ശരിയല്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പിശാച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറപ്പിച്ചു, അങ്ങനെ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നാൽ തന്നെയും ഓർമ്മ വന്നാൽ പിന്നെ അവിടെ ഇരിക്കരുത് എന്ന് പറയുമ്പോ ഈ ഒരു ന്യായീകരണത്തിനും ഒരു തരത്തിലുള്ള വകുപ്പും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറവി നിമിത്തം അബദ്ധത്തിൽ അവരുടെ കൂടെ ചെന്നിരുന്നാൽ ഓർമ്മ വന്നാൽ പിന്നെ ആ അക്രമികളുടെ കൂട്ടത്തിൽ ഇരുന്ന് പോകരുതെന്ന് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വേറെ ചില ആൾക്കാരുണ്ട്, വെറുതെ കളിയും തമാശയായിട്ട് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളെയും അവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. റമദാൻ മാസം വന്നാൽ അതിനെ കളിയാക്കും, രാത്രി നിന്ന് നമസ്കരിക്കുന്നതിനെ കളിയാക്കും, ബാങ്ക് കൊടുക്കുന്നതിനെ കളിയാക്കും, ആളുകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ കളിയാക്കും. അങ്ങനെ ദീനിയിലുള്ള എല്ലാ വിഷയങ്ങളെയും ഓരോന്നിന് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ അവസ്ഥ എന്താണെന്നറിയോ? അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന വലയിൻ സഅൽതുഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഖുൽ ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമായിരുന്നു എന്നാണ് അവർ പറയുക. എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ഞങ്ങൾക്ക് ഇതില് ഞങ്ങളൊരു ഉറച്ച വിശ്വാസികൾ തന്നെയാണ്, പക്ഷെ വെറുതെ തമാശ പറഞ്ഞല്ലേ. അള്ളാന്റെ ചോദ്യം, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി, അള്ളാഹുവിനെ കൊണ്ടാണോ നിങ്ങൾ കളിക്കുന്നത്, തമാശയാക്കുന്നത്? വആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകളെയാണോ നിങ്ങൾ തമാശയാക്കുന്നത്? വറസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? പ്രവാചകന്റെ ഇരിപ്പും നടപ്പും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ വാളുകളും അത് എങ്ങനെ എടുത്ത് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് ചോദിക്കാൻ പറഞ്ഞത് ഇങ്ങനെ വേറൊന്നും കണ്ടില്ലേ കളിയാക്കാൻ? അള്ളാഹിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അദ്ദേഹം ഓതിത്തരുന്ന ഖുർആനിലെ ആയത്തുകളെയും ഒക്കെയാണോ കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ ഇങ്ങനെ തമാശയാക്കി കളിയാക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അപ്പൊ ചെറിയ വിഷയമല്ല കേട്ടോ, ചെറിയ വിഷയമല്ല. അള്ളാഹുവിന്റെ പള്ളിയെയോ അള്ളാഹുവിന്റെ ഖുർആനിനെയോ അള്ളാഹുവിന്റെ ശിആറുകളെയോ അതിനെ കളിയാക്കുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണെന്നാണ്. അങ്ങനെ കളിയാക്കി
തമാശയാക്കി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുടെ അവസ്ഥ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. സൂറത്തുൽ മആരിജിലുണ്ടല്ലോ ചെറിയൊരു ആയത്ത്, ഫദർഹും യഖൂലു വയൽഅബു ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ. ആകയാൽ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ അവർ തോതിവാസത്തിൽ മുഴുകുകയും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാൻ നീ അവരെ വിട്ടേക്കുക. അവര് ആ തോന്നിയാസങ്ങളും വർത്തമാനങ്ങളും കളിയും വിനോദമൊക്കെ ആയിട്ട് യഖൂലു വയൽഅബു യഖൂലു വയൽഅബു എന്ന് പറഞ്ഞ് കളിക്കട്ടെ, ഒരു വിനോദിക്കട്ടെ, കുറച്ച് ആ തോന്നിയാസവും പരിഹാസവും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കട്ടെ. ഏതുവരെയൊക്കെ ഉണ്ടാവുന്നത് അറിയോ? ഹത്താ യുലാഖു, അവർ കണ്ടുമുട്ടുന്നത് വരെ, യൗമഹുമുല്ലദീ യുഅദൂൻ, അവരോട് വാഗ്ദാൻ ചെയ്യപ്പെട്ട ആ ദിവസം അവർക്ക് വന്നെത്തുന്നതിലേക്ക് മാത്രമല്ലേ അവർക്ക് ഇങ്ങനെ കളിക്കാനും പരിഹസിക്കാനൊക്കെ പറ്റുള്ളൂ. വിട്ടേക്ക് പ്രവാചകരെ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ മആരിജിൽ അള്ളാഹു. ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എല്ലാം കളിയാക്കി തമാശയാക്കി പരിഹസിച്ച് ദീനിന്റെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു കരം കളിയും തമാശയും വിനോദവും ഒക്കെ, ഒരു ഗൗരവവും ഇല്ല വിഷയങ്ങളിൽ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് ഫവൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ അല്ലദീന ഹും ഫീ ഖൗലിൻ യൽഅബൂൻ. നിഷേധികളായ ആളുകൾക്ക് ആ ദിവസത്തിൽ നാശമാകുന്നു, അന്ത്യനാളിൽ നാശമാണ് അവർക്ക്. അല്ലദീന ഹും ഫീ ഖൗലിൻ യൽഅബൂൻ, അതായത് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവർ. വെറുതെ ഇങ്ങനെ കളിയും തമാശയും ഒക്കെയായി ഇങ്ങനെ ഫീ ഖൗലിൻ, അവരുടെ ഖൗലിലായിരുന്നു. യഖൂലൂന ഫീ ആയാതിന എന്ന് പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ഒരു ആയത്ത്, അള്ളാഹുവിന്റെ ആയത്തുകളെ കളിയായി തമാശയായി കാണുന്നത് പോലെ എല്ലാ ഗൗരവപ്പെട്ട വിഷയങ്ങളോടുമുള്ള അവരുടെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. ഒന്നിനും ഒരു പ്രസക്തിയും കാണുന്നില്ല അവരുടെ ജീവിതത്തിൽ. മതപരമായ വിഷയങ്ങളൊക്കെ അങ്ങനെ ഒരു കാര്യബോധത്തോടുകൂടി അതിനെ നോക്കി കാണുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ അത് കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്നാൽ അബദ്ധവശാൽ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ടാണല്ലോ, മറവി മുഖേന അങ്ങനെ സംഭവിച്ചു പോവുക. നമ്മളെ ഒരു സദസ്സിലേക്ക് കയറി ചെന്നു, അവിടെ നടക്കുന്ന സംസാരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അഴുതുമില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സദസ്സിലേക്ക് നമ്മൾ ചെന്നു. കുറെ നേരം അവിടെ ഇരുന്നു പോയി, മറവി പറ്റി. പക്ഷെ മറവി മനുഷ്യ സഹജമാണ്, സാരില്ല. മറവി നിമിത്തം ചെയ്തു പോകുന്ന തെറ്റുകളിൽ മനുഷ്യൻ കുറ്റക്കാരനേ അല്ല. അത് നിമിത്തം ചിലപ്പോ ദോഷഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ മറന്നിട്ട് ഇങ്ങനെ ഇരുന്നാലോ അല്ലെങ്കിൽ പങ്കുചേർന്നാലോ ഒക്കെ അതിന്റെ പിന്നാലെ ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാകും, ഒരുപാട് കുറ്റങ്ങൾ അത് മുഖേന സംഭവിക്കാനുണ്ടാകും. അതുകൊണ്ടാണ് മറവി പിശാച് മറപ്പിച്ചു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ പിശാച് മറപ്പിച്ചു എന്ന് പറഞ്ഞത്? അങ്ങനെ മറന്നു പോകുന്ന പല അവസരങ്ങളിലും അവസാനമായി സംഭവിക്കുന്നത് തെറ്റുകളായിരിക്കും, കുറ്റങ്ങളായിരിക്കും, അബദ്ധങ്ങളായിരിക്കും. അതുകൊണ്ടാണ് പിശാച് മറപ്പിച്ചു എന്ന് പറഞ്ഞത്. ആ മറവിക്ക് ശേഷം ആ മറവി കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ദോഷങ്ങളായിരിക്കും, ദോഷഫലങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് പിശാചു നിന്നെ മറപ്പിക്കുന്ന പക്ഷം എന്ന് പറഞ്ഞതിലെ സൂചന അതാണ് എന്നും അമാനി മൗലവി വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറവി പിശാചുമായി ബന്ധപ്പെടുത്തിയതിന് കാരണം മനസ്സിലായി. അള്ളാഹുവിന്റെ മതത്തിലെ സത്യങ്ങൾ, അള്ളാഹുവിന്റെ മതത്തിലുള്ള ഈ ഹക്കുകൾ, ഈ കാര്യങ്ങൾ ഓരോന്നും വളരെ സത്യസന്ധമാണ്. അതൊരിക്കലും വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് മാറാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ലാത്ത സത്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അറിയുന്നത്, അല്ലേ? ഇത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകരുത്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ
പിശാച് ഭംഗിയാക്കുകയും മറ്റൊരു വിഷയത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ആ സത്യം മാറിപ്പോകുന്നത്. പലപ്പോഴും നമ്മൾ വേറൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുമ്പോ അത് ശരിയല്ലാത്തൊരു കാര്യമായിരിക്കാം, പക്ഷെ അതാണ് ഏറ്റവും ശരി എന്ന നിലയ്ക്ക് പിശാച് നമുക്ക് തോന്നിച്ച നൽകുകയും നമ്മൾ അതിന്റെ പിന്നാലെ പോവുകയും എന്നിട്ട് ഏറ്റവും സത്യമായ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതാണ് പിശാച് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനിലെ ഒരായത്ത് സൂറത്ത് 40 ഈ സൂറത്തിൽ തന്നെയുള്ള 43-ാമത്തെ ആയത്ത് നമ്മൾ കണ്ടതാണ്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പലതും അവന്റെ ജീവിതത്തിൽ വന്നപ്പോ തദറഉ വിനയം കാണിക്കേണ്ടതിന് പകരം അത് ഓരോന്നും മാറിക്കഴിയുമ്പോ ഖസത്ത് ഖുലൂബുഹും വലാകിൻ ഖസത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ കൂടുതൽ കടുത്തു പോവുകയാണ് ചെയ്യുന്നത്. വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. പിശാചാകട്ടെ അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നുള്ള നിലക്ക് അവർക്ക് തോന്നിച്ചുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് ആ ആയത്തിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവിടെ പിശാചിന് വലിയ പങ്കാണ് മനുഷ്യന്റെ ഈ തരത്തിൽ മറവി സംഭവിച്ചതിന് ശേഷം തെറ്റുകളിലേക്ക് പിശാച് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് മറവി പിശാചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് എന്ന് കാണാം. ഇനി ആയത്ത് ഞാൻ നമ്പർ മാത്രം പറയാം, നിങ്ങൾ അർത്ഥം വായിച്ചു നോക്കിയാൽ മതി. ഇതേ ആശയത്തിൽ വന്ന മറ്റൊരു ആയത്താണ് സൂറത്ത് നിസായിലെ 140-ാമത്തെ വചനം 140. വലഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദൂ മഅഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി ഇന്നകും ഇദം മിസ്ലുഹും ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ വിശ്വാസികളെയും അവിശ്വാസികളെയും ഒന്നിച്ച് അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും എന്നാ പറഞ്ഞത്. അങ്ങനെ പരിഹസിക്കുന്ന ആളുകളെ കണ്ടാൽ അവരുടെ കൂടെ ഇരിക്കരുത് എന്ന് ഈ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുകയും അവരുടെ കാര്യങ്ങളിൽ പങ്കുചേരുകയും അവരുടെക്ക് എല്ലാ ഒത്താശകളും അത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ ഇന്നക്കും ഇദൻ മിസ്ലുഹും ആയത്തിന്റെ മധ്യഭാഗത്ത് കണ്ടില്ലേ, ഇന്നക്കും ഇദം മിസ്ലുഹും. അങ്ങനെയായാൽ നിങ്ങളും അവരെ പോലെ തന്നെയാണല്ലോ. നിങ്ങളും അവരെ പോലെ തന്നെ ആയില്ലേ. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, അവരുടെ കൂടെ ഇരിക്കുകയാണ്. ഇരുന്ന് കൊടുത്തിട്ടേ ഉള്ളൂ, ഞാൻ ചിരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അവൻ പറയുന്ന പരിഹാസങ്ങൾ കേട്ട് ഞാൻ ചിരിച്ചതല്ലാതെ ഞാൻ മറ്റൊന്നും അതിനെപ്പറ്റി പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളും അവരും തുല്യരാണ്. അങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിന്റെ റസൂലിനെയോ ഖുർആനിനെയോ ഒക്കെ മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ അധികം കേൾക്കാൻ പോകാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. യൂട്യൂബ് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അതിലൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. വലിയ വലിയ വീഡിയോസ് ആൾക്കാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ റസൂലിനെ ചീത്ത പറയുന്നതാണ്, ഇസ്ലാമിനെ ചീത്ത പറയുന്നതാണ്. അങ്ങനത്തെ വർത്തമാനങ്ങൾ അധികം കേൾക്കാൻ പോകണ്ട. അതോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണ്ട. അത് ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളവർക്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ് എന്ന് പറയാൻ അവകാശമല്ല. അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണല്ലോ നമ്മൾ ഈ ആയത്തിൽ നിന്ന് കണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇനി ചെയ്യാൻ പറ്റാവുന്ന അത് അനുവദനീയമാകുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വചനങ്ങളും സൂറത്തു നിസായിലെ 140-ാമത്തെ ആയത്തും അതേപോലെ ഈ 68-ാമത്തെ സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ ആയത്തും മുമ്പിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ മതത്തിലെ അംഗീകൃത തത്വങ്ങൾക്ക് വിരുദ്ധമായ ആദർശങ്ങളും
ആ ആദർശങ്ങളെ ന്യായീകരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളും ശ്രദ്ധിക്കുന്നതും അവയുടെ സ്ഥാപനത്തിനും പ്രചരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും ഗൗനിച്ചു കൊണ്ടിരിക്കുന്നതുമെല്ലാം സത്യവിശ്വാസികൾ വർജിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായി എഴുതുന്നത്. അപ്പോ ചെറിയ ഒരു വിഷയമായിട്ട് കാണേണ്ടതല്ല. മതതത്വങ്ങളെപ്പറ്റി വേണ്ടത്ര അറിവില്ലാത്ത സാധാരണക്കാർ പ്രത്യേകിച്ചും മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണിത്. കൃത്യമായിട്ട് ഇത് കേട്ടാൽ അതിന് മറുപടി ആ സമയത്ത് അവിടെ തന്നെ കൊടുക്കാൻ, അല്ലെങ്കിൽ അത് സംബന്ധമായി കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ അത് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ കേൾക്കുന്നതിന് പകരം ശരിയായ വർത്തമാനങ്ങൾ കേൾക്കുകയും അറിയുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ. അവരോടൊപ്പം നിങ്ങളിരുന്നാൽ നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, എന്നാൽ മതപ്രമാണങ്ങളിൽ നിന്ന് സത്യാവസ്ഥ മനസ്സിലാക്കുവാനും സത്യവിരുദ്ധമായ വാദഗതികളും ദുർവ്യാഖ്യാനങ്ങളും തിരിച്ചറിയുവാനും കഴിയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവയെ ഖണ്ഡിക്കുവാൻ വേണ്ടിയും പൊതുജനങ്ങളിൽ അവ മൂലമുണ്ടാകാവുന്ന ആശയക്കുഴപ്പങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയും അത്തരം പ്രസ്താവനകളിൽ ശ്രദ്ധ പതിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. മാത്രമല്ല അത് അത്യാവശ്യം കൂടിയായിരിക്കുകയും ചെയ്യും എന്നാണ്. ഇത് നമ്മളെ തഫ്സീറിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നിപ്പോ ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞത്. മറ്റൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ അത്രയും വ്യക്തമായ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചത്. ഇനി അതിന്റെ ബാക്കി ഭാഗം, ആ ആയത്തിന്റെ ആ ആശയത്തിന്റെ ബാക്കി ഭാഗം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്, ശ്രദ്ധിക്കണം നല്ലോണം. വമാ അലല്ലദീന യത്തഖൂൻ وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون വമാ അലല്ലദീന യത്തഖൂന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ബാധ്യതയില്ല. മിൻ ഹിസാബിഹിം, അവരുടെ കണക്ക് നോക്കേണ്ടതായ, അവർ എന്ന് പറഞ്ഞാൽ അക്രമികളായ ആളുകളുടെ, മിൻ ഷൈഇൻ, ഒരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല. വലാകിൻ പക്ഷേ ദിക്റ, ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മതയുള്ളവരായേക്കാം. മാറിപ്പോകണം എന്ന് പറയുമ്പോ, അവരുടെ കൂടെ ഇരിക്കരുത് എന്ന് പറയുമ്പോ, അവരുടെ എല്ലാവരും ഒത്താശയും ചെയ്തുകൊണ്ട് അവരോടൊപ്പം കഴിയരുത് എന്ന് പറയുമ്പോ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതെന്താ ഓർക്കേണ്ടത്? ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. എന്താ ഉത്തരവാദിത്വം? ദിക്റ, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതെന്താണ്? ഓർമ്മിപ്പിക്കുക. അത് എല്ലാ കാലഘട്ടത്തിലും അത്യാവശ്യമായ ഒരു സംഗതിയാണ്. ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതെന്താ? ഓർമ്മിപ്പിക്കുക. ലഅല്ലഹും യത്തഖൂൻ, അവരും സൂക്ഷ്മതയുള്ളവരായേക്കാം. ആ യത്തഖൂന എന്നുള്ളത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് പറയും നിങ്ങൾ. അത് തമ്മിലുള്ള ബന്ധം എന്താ നോക്കൂ നിങ്ങൾ. വമാ അലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരെ വിചാരണ ചെയ്യേണ്ട ബാധ്യതയില്ല. എന്നാൽ ദിക്റയാണ്, ഓർമ്മിപ്പിക്കലാണുള്ളത് അവർക്ക്. എന്തിനാണത്? ലഅല്ലഹും യത്തഖൂൻ, അവരും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ തഖ്വയിലേക്ക്, ശരിയായ വഴിയിലേക്ക്, അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് വരാൻ സാധിച്ച ആളുകളെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരും ആ മാർഗത്തിലേക്ക് വരുന്നതിനു വേണ്ടി, ഹിദായത്തിലെത്തിച്ചേരുന്നതിനു വേണ്ടി, തഖ്വയിലേക്ക് വന്നു ചേരുന്നതിനു വേണ്ടി നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. അതെന്താണ്? ആ ആളുകളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? നന്മകളെ സംബന്ധിച്ച്, അവർ ചെയ്യുന്ന തിന്മകളുടെ അതിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ച്, അതുണ്ടാക്കുന്ന
അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ സംബന്ധിച്ചൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. കൂടുതൽ അർത്ഥം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, അല്ലെ? وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون. നോക്കുക, സത്യവിശ്വാസികൾ സൂക്ഷ്മത പാലിക്കുന്ന പക്ഷം ആ അക്രമികളുടെ അക്രമങ്ങൾക്ക് ഉത്തരവാദികളല്ല. അക്രമികൾ ചെയ്യുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് വിശ്വാസികൾ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടില്ല. അവരുടെ വിചാരണ അള്ളാഹു നടത്തിക്കൊള്ളും. സത്യവിശ്വാസികൾ അത്തരം കൃത്യങ്ങളിൽ ഭാഗവാക്കാകാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഒരു കടമയുണ്ട്. അതെന്താണ്? അവരെ ഓർമ്മിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഓരോ വ്യക്തിയും അവനവന്റെ കഴിവും സാഹചര്യവും അനുസരിച്ച് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഇത്. ഈ ആയത്തിറങ്ങിയപ്പം, ഈ എന്ന ആയത്തിറങ്ങിയപ്പം അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന ആളുകളെ കണ്ടാൽ അവരിൽ നിന്ന് മാറിപ്പോകണം എന്ന് പറഞ്ഞപ്പോ, മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന വിശ്വാസികളായ ആളുകൾ, അവിടെ തവാഫ് ചെയ്യുന്ന വിശ്വാസികളായ ആളുകൾ, അവിടെ തന്നെയാണല്ലോ മുശ്രിക്കുകളായ ആളുകൾ വന്ന് പ്രവാചകനെ ചീത്ത വിളിക്കുന്നത്, ഖുർആനിനെ അപഹസിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതും ആ ആളുകൾ അവിടെ തന്നെയാണല്ലോ, അവിടെ തന്നെ വന്നുകൊണ്ടാണല്ലോ. അപ്പൊ ഇത് വലിയ പ്രയാസം ഉണ്ടാക്കി സഹാബത്തിന്. അവരുടെ മനസ്സിൽ അവർ പറയാൻ തുടങ്ങി, അവരെ നമ്മൾ ഇങ്ങനെ ഈ പ്രവർത്തനത്തിൽ തന്നെ അവരെ വിട്ടുകൊണ്ടിരുന്നാൽ ഇത് നമുക്ക് വലിയ പ്രയാസാണല്ലോ. അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, വിരോധിക്കണ്ടേ? അവരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? അവിടെ പോകാൻ പേടിയായി. പള്ളിയിലോട്ട് തന്നെ പോകുന്ന അവസ്ഥക്ക് തന്നെ പേടി വന്നു. അവിടെയാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് 69-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരെ വിചാരണ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. ആ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കണം. എന്താ ഉത്തരവാദിത്തം? അത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. അടുത്ത ആയത്തിലേക്ക് പോകാൻ സമയമുണ്ട് തോന്നില്ല. അതെന്താണ്? ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക. ഇതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കാൻ എല്ലാവർക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് വിശ്വാസികളുടെ ഒരു ബാധ്യത ആയിട്ടുള്ള കാര്യമാണ്. ഖുർആനിലെ ആയത്തുണ്ട്, യാ അയ്യുഹർ റസൂൽ, പ്രവാചകരെ എന്ന് വിളിച്ച്, ദൂതരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു ആയത്ത്. ആ ആയത്തിൽ ഇങ്ങനെ പറയുന്നത്, താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത പക്ഷം താങ്കൾ പ്രവാചക സല്ലല്ലാഹു അല്ലാഹുവിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാത്തവനാണ്. താങ്കൾക്ക് എന്താണ് നൽകുന്നത്, ആ കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാണ് താങ്കളുടെ ഉത്തരവാദിത്വം. റസൂലാണ് എന്ന് താങ്കൾക്ക് ഇത് ഈ ആയത്ത് മനസ്സിലാകുന്നുണ്ട്, ജീവിതത്തിൽ പുലർത്തുന്നുണ്ട്, അതിനനുസരിച്ച് ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളവർക്ക് മാത്രം താങ്കൾ മനസ്സിലാക്കിയാൽ താങ്കളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നില്ല. പിന്നെ എന്തും കൂടെ വേണം? അതിന്റെ കൂടെ ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് പുറകിലാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ, എത്തിച്ചു കൊടുക്കുന്നതിൽ, ആ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം. നീ വഴി ഒരാളെ അള്ളാഹു ഹിദായത്തിലാക്കുക എന്നത് 2 ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ, ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ്. 2 ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ 2 ചുവന്ന ഒട്ടകങ്ങൾ, ഏറ്റവും വില കൂടിയ, ഏറ്റവും മുന്തിയ, ഏറ്റവും ഭംഗിയുള്ള
2 ചുവന്നൊട്ടകങ്ങൾ അഥവാ ഭൗതിക ജീവിതത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഭവങ്ങൾ, ആ വിഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒക്കെ വലിയ കാര്യമാണ് കേട്ടോ 2 ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ അഖ്സയിലും നമസ്കരിച്ചാൽ വലിയ പുണ്യല്ലേ? എത്രയാ? ലക്ഷക്കണക്കിന് പുണ്യല്ലേ മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചാൽ? മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ അഖ്സയിലൊക്കെ നമസ്കരിച്ച വലിയ പുണ്യല്ലേ? പക്ഷേ ആ പ്രതിഫലമുണ്ടെന്ന് അറിഞ്ഞിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനം വന്നപ്പോ സ്വന്തം നാടും വീടും വിട്ട് മസ്ജിദുൽ ഹറമിനോടും മസ്ജിദുൽ നബവിയോടും മസ്ജിദുൽ അഖ്സയോടും ഒക്കെ വിട ചൊല്ലി തങ്ങളുടെ കുതിരകളും ഒട്ടകങ്ങളും കഴുതകളും ഒക്കെ എവിടേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവരെ തിരിച്ചില്ല. നമ്മൾ അവരുദ്ദേശിച്ച ഭാഗത്തേക്ക് ആ ഒട്ടകങ്ങളെയും കുതിരകളെയും തിരിച്ചില്ല. ആ ഒട്ടകവും കുതിരയും കഴുതകളും ഒക്കെ എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് അവരുടെ വാഹനം അവർ ഓടിച്ചുപോയി. എന്നിട്ട് ആ നാടുകളിൽ ചെന്ന് അവിടെയുള്ള ആളുകളെ കണ്ട് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആളുകളെത്തുന്നത്. ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത് അങ്ങനെയാണ്. ദൈവത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്തങ്ങളും അതിന്റെ പ്രതിഫലവും കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിന്ന് ലക്ഷക്കണക്കിന് പ്രതിഫലം ഓരോ വഖത്ത് നമസ്കാരവും മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചാൽ ഉണ്ടെന്നറിയാം. പരിശുദ്ധ കഅബാലയം അവിടെയാണ് ഉള്ളതെന്നറിയാം. മസ്ജിദുൽ നബവിയിലെ ശ്രേഷ്ഠത പ്രവാചകന്റെ നാട്ടിലെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും മിമ്പറും കിടക്കുന്ന ആ മസ്ജിദുൽ നബവിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ഓരോരുത്തരും അവിടെ നിന്ന് എവിടേക്കാണോ തന്റെ കുതിര തിരിഞ്ഞു നിൽക്കുന്നത്, തന്റെ ഒട്ടകം തിരിഞ്ഞു നിൽക്കുന്നത്, തന്റെ കഴുത തിരിഞ്ഞു നിൽക്കുന്നത്, അവയോരോന്നിന്റെയും പുറത്തു കയറി അവയെ ഓടിച്ചുപോയി കേട്ട കാര്യങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായത് വല്ലാത്തൊരു ബാധ്യതയാണ് അള്ളാഹു നമ്മെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. പ്രബോധിത സമൂഹം അജ്ഞരായാൽ ഒരു ഉപ്പ മകനെ ഉപദേശിക്കുന്നു, അജ്ഞരായതിനാൽ ഒരു ഉപ്പ മകനെ ഉപദേശിക്കുന്ന രൂപത്തിൽ ഖുർആനും സുന്നത്തും ഉപയോഗിച്ച് ആ സമൂഹത്തോട് സതുപദേശം ചെയ്യുന്ന ഒരു രീതി നമുക്ക് പഠിപ്പിച്ചു തരുന്ന സൂറത്തിലെ ഖുർആനി സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാനിലെ ഉപദേശം ഒരു ഉപ്പ മകനോട് പറഞ്ഞു കൊടുക്കുക. ഉപ്പ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് അറിവില്ലാത്ത മകന് അറിവുള്ള ഉപ്പ പറഞ്ഞു കൊടുക്കുക, മോനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു സമൂഹത്തെ പഠിപ്പിക്കേണ്ട രീതിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അറിവില്ലാത്തവരാണ് സമൂഹം. ആ സമൂഹത്തോട് ഒരു ഉപ്പ മകൻ ഉപദേശിക്കുന്ന രൂപത്തിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ഭുതം തോന്നുന്നില്ലേ ആ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ? ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നുണ്ട്, ഓരോരുത്തരും അവരവർക്ക് നൽകപ്പെട്ട കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നിർവഹിക്കൽ അനിവാര്യമാണ്. ഓരോരുത്തരും അവരവർക്ക് നൽകപ്പെട്ട കഴിവുകൾ, എല്ലാവർക്കും എല്ലാ കഴിവുമില്ല, എല്ലാവർക്കും എല്ലാ അറിവുമില്ല, എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളുമില്ല, എന്നാൽ പലർക്കും പലതും ഉണ്ട്. ഓരോരുത്തർക്കും നൽകപ്പെട്ട കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നിർവഹിക്കൽ അനിവാര്യമാണ്. ഒരു നാട്ടിലേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാവുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ ഓരോ കൂട്ടായ്മകൾ, സംഘടനകൾ, സംവിധാനങ്ങളൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല ഇതൊന്നും, വെറുതെ ഒരു സംഘടനയ്ക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കിയതോ
അല്ലെങ്കിൽ വെറുതെ ഒരു ദഅവാ പ്രസ്ഥാനം എന്നുള്ളവർക്ക് അങ്ങനെ അറിയപ്പെടുന്നതല്ല. ഒരു കൂട്ടായ്മ, അവക്ക് ഒന്നിച്ചു നിർവഹിക്കാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദഅവത്ത് എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തി ബാധ്യതയാണ്. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്ത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ബാധ്യത നിർവഹിക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ലെങ്കിൽ നമുക്കത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. നമ്മളല്ലാതെ വേറെ ആരില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഫർള് ഐനായ ഒരു കാര്യമാണ് എന്നുകൂടിയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇങ്ങനെ ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്: വമാ അലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ. ദൈവധിക്കാരികളുടെ ഒരു പ്രവർത്തനത്തിന്റെയും ഉത്തരവാദിത്തം വിശ്വാസികളെ നിങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വലാകിൻ ദിക്റാ ലഅല്ലഹും യത്തഖൂൻ എന്ന് അള്ളാഹു പറയുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനാൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധമായി ശ്രമിക്കേണ്ടതുണ്ടോ? ദിക്റ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണോ? നിർബന്ധമായിട്ടും അവർ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ മാനസികമായി പ്രയാസപ്പെടുക, അങ്ങനൊന്നും വേണ്ടോ? അങ്ങനൊന്നുമില്ല. വലാ തത്രിദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ അദാതി വൽ ലശി യുരീദൂന വജ്ഹ മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇ ഫതത്റുദഹും ഫതകൂന മിനൽ ളാലിമീൻ. സൂറത്തുൽ അൻആമിലെ 52-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. അവിടെയും മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ എന്ന് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ആ വിശദീകരണങ്ങൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ അക്രമികളായ ആളുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യേണ്ട കാര്യമൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെയാണെങ്കിൽ കൊടും ധിക്കാരികളായ ആളുകളുമായിട്ട് തർക്ക വിതർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും പോകേണ്ടതുണ്ടോ? ഒരു സംശയമുള്ള കാര്യമാണ്. അവരെ ഉത്തരമുട്ടിക്കുകയും അവരുടെ ഓരോ നിരർത്ഥ വാദത്തിനും ബാലിശമായ ആക്ഷേപത്തിനും ഒക്കെ മറുപടി പറയാൻ അത് തന്റെ ഒരു കർത്തവ്യമായി നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ പരിഹാസവും അപഹസിക്കലും കളിയാക്കലുമൊക്കെയായി നീങ്ങുന്ന ആളുകൾക്ക് അവരുടെ ഒരു ശൈലി അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് എല്ലാറ്റിനും മറുപടി കൊടുക്കണം എന്നൊരു ചിന്തയുമായി മുന്നോട്ട് പോകേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്ന് ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതുമാണ്. അവർ വിശ്വസിച്ചില്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിൽ വിശ്വസിപ്പിക്കാൻ നമ്മൾ എന്തിനാണ് ശ്രമങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഒരു ആവശ്യം അവിടെ കടന്നു വരുന്നില്ല. നമ്മളെ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ എന്താ നിർവഹിക്കേണ്ടത്? ഓർമ്മപ്പെടുത്തണം. ദിക്റ എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ ദിക്റ നിർവഹിക്കേണ്ട രൂപം എന്നുള്ള നിലക്ക് സൂറത്തുൽ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ രണ്ട് ചെറിയ ആയത്തുകൾ. കുറച്ച് സമയം കൂടുതൽ എടുത്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.